അജ്മീറിൽ വെച്ച് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ഉത്തരാഖണ്ഡ് സ്വദേശികളെ ആലുവയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ആലുവയിൽ കവർച്ച നടത്തി അജ്മീറിലേക്ക് കടന്ന സജാദ്, ഡാനിഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ. മോഷണം നടത്തിയ വീടുകൾ, താമസിച്ച ഇടങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലായിരുന്നു തെളിവെടുപ്പ്. തെളിവെടുപ്പിനായി എത്തിച്ച പ്രതികൾ മോഷണം നടത്തിയ രീതിയും രക്ഷപ്പെട്ടതുമെല്ലാം പോലീസിനോട് വിവരിച്ചു. പ്രതികളിൽ ഒരാളായ സജാദ് ഉത്തരാഖണ്ഡിൽ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. ഡാനിഷ് എന്നയാൾ കൂലിപ്പണിക്കാരനും. 2018 വെള്ളപ്പൊക്ക സമയത്ത് കേരളത്തിൽ ജോലിക്കായി എത്തിയ ഡാനിഷ് വീടുകളിൽ ധാരാളം സ്വർണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് സജാദിനെ ധരിപ്പിക്കുകയും പിന്നീട് ഇരുവരും കൂടി മോഷണം നടത്താനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയുമായിരുന്നു. 22,000 രൂപ മുടക്കി ബീഹാറിൽ നിന്ന് 2 തോക്ക് വാങ്ങി. ഡൽഹിയിൽ നിന്ന് ആലുവയ്ക്ക് ട്രെയിൻ കയറിയ ഇരുവരും ആലുവയിലെത്തി ഒരു ലോഡ്ജിൽ മുറിയെടുത്തു. പിന്നീട് ആളില്ലാത്ത വീടുകൾ തപ്പിയിറങ്ങി. പുറമേ നിന്ന് താഴിട്ട് പൂട്ടിയ വീടുകളായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. ഇതിനിടയിൽ കളിസ്ഥലത്ത് നിന്ന് സംഘം ബൈക്ക് മോഷ്ടിച്ചു. പിന്നീട് അതിലായിരുന്നു യാത്ര. ചെറിയ കമ്പിയും സ്ക്രൂവും ഉപയോഗിച്ച് പൂട്ട് തുറന്നായിരുന്നു മോഷണം. മോഷണത്തിന് ശേഷം ബസ്സിൽ തൃശൂരിലെത്തിയ പ്രതികൾ മധ്യപ്രദേശിലേക്ക് തീവണ്ടി കയറി. ശാസ്ത്രീയ അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞ ആലുവയിലെ പ്രത്യേക അന്വേഷണ സംഘം പ്രതികൾക്ക് പിന്നാലെ കുതിക്കുകയായിരുന്നു. പോലീസ് മധ്യപ്രദേശിലെത്തിയപ്പോഴേക്കും മോഷണ സംഘം രാജസ്ഥാനിലേക്ക് കടന്നിരുന്നു. അജ്മീറിലെത്തിയ പ്രതികളെ അവിടുത്തെ പോലീസിന്റെ സഹായത്തോടെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രതികൾ വെടിയുതിർത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. പിന്നീട് ജീവൻ പണയം വെച്ച് സാഹസികമായാണ് പോലീസ് പ്രതികളെ കീഴ്പ്പെടുത്തിയത്. തുടർന്ന് കേസെടുത്ത് അജ്മീറിൽ റിമാൻഡ് ചെയ്ത സംഘത്തെ കഴിഞ്ഞ ദിവസമാണ് ആലുവയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഗുണ്ട ആക്ട് ഉൾപ്പെടെ 10ഓളം കേസിലെ പ്രതിയാണ് ഡാനിഷ്. ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ ഡിവൈഎസ്പി എ പ്രസാദ്, ഇൻസ്പെക്ടർ എം മഞ്ജുദാസ്, സബ് ഇൻസ്പെക്ടർ SS ശ്രീലാൽ, CPOമാരായ NA മുഹമ്മദ് അമീർ, KM മനോജ്, മാഹിൻ ഷാ അബൂബക്കർ, VA അഫ്സൽ എന്നിവരാണ് തെളിവെടുപ്പിനുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ആലുവ. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി. എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.